അതുപോലെ തന്നെ അനുഗ്രഹീതമായ ഈ ഈദുൽ ഫിത്റിന്റെ ദിനത്തിൽ പട്ടിണി അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്നവരെ നമ്മളിലേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. കാരണം ദീർഘമായ 30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ നമ്മൾ വിശപ്പിന്റെ വിളിയാളമറിഞ്ഞവരാണ്, ദാഹത്തിന്റെ പ്രയാസം ജീവിതത്തിൽ അനുഭവിച്ചവരാണ്. അപ്പോൾ അതിന്റെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ നമ്മൾ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്കറിയാം, ഗസയിലുള്ള നമ്മുടെ മക്കൾ, അവിടെയുള്ള സഹോദരങ്ങൾ, സഹോദരിമാർ, കുഞ്ഞുമക്കൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ പ്രയാസം അനുഭവിക്കുമ്പോൾ, ഈ പെരുന്നാൾ സുദിനത്തിൽ നമ്മുടെ മക്കൾ സന്തോഷിക്കുമ്പോൾ അവർക്ക് സന്തോഷിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. ഇപ്പോൾ പരിശുദ്ധമായ റമദാനിലെ വ്രതാനുഷ്ഠാനം അത്തരത്തിൽ ഒരു തരത്തിലേക്ക് നമ്മളെ പാകപ്പെടുത്തിയെടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെയാണ് ഈ ഈദുൽ ഫിത്റിന്റെ സുദിനത്തിൽ സദഖത്തുൽ ഫിത്റിനെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി തന്നത്. കാരണം പാവപ്പെട്ടവനെ ചേർത്ത് നിർത്താൻ, അവന്റെ വിശപ്പിന്റെ പ്രയാസങ്ങളെ മനസ്സിലാക്കാൻ, അവന്റെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കി അവനെ ചേർത്ത് നിർത്തുക എന്നൊരു വലിയ സന്ദേശം കൂടി അനുഗ്രഹീതമായ ഈ ഈദുൽ ഫിത്ർ നമുക്ക് നൽകുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമായ ഈ സുദിനത്തിൽ നന്മയായ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനും സാധുക്കളെ ചേർത്ത് നിർത്തി അർഹരിലേക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ഭാഗ്യം അല്ലാഹു നസീബാക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.